ഗുരുകരണത്തിലേക്ക് സ്നേഹവന്ദനം. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്, കൃത്യമായി പറഞ്ഞാൽ 500 വർഷങ്ങൾക്ക് മുമ്പ് ജർമ്മനിയിൽ ഡ്യൂർ എന്ന തട്ടാനുണ്ടായിരുന്നു. 18 മക്കളുണ്ട്. അത് 2 പേർക്കിടയിൽ വല്ലാത്തൊരടുപ്പമുണ്ട്, ഇൻറ്റിമസി ഉണ്ട്. അവരഭിരുചികളൊന്നു തന്നെ. 2 പേരും ഒരു പള്ളിമുറ്റത്തിപ്പോൾ നിൽക്കുക, എന്നിട്ട് നാണയം ആകാശത്തേക്ക് എറിയുക, ടോസ് ഇടുക. 2 പേരിൽ ഒരാൾക്ക് ചിത്രകല പഠിക്കാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്. ദൂരെ നഗരത്തിൽ പോയി അയാൾ പോകുമ്പോൾ മറ്റയാൾ കഠിനാധ്വാനം ചെയ്ത് ഈ പറഞ്ഞ കല പഠിക്കാൻ പോയി അയാളെ സംരക്ഷിക്കണം. പിന്നീട് മടങ്ങി വരുമ്പോൾ ഇതേ ചട്ടം ആവർത്തിക്കപ്പെടും. ടോസ് വീണത് ആൽബർട്ടോ എന്ന് പറയുന്ന മൂത്താൾക്ക്, അനുജൻ്റെ പേര് ആൽബർട്ട്. 4 വർഷങ്ങൾക്ക് ഉള്ളിൽ വല്ലാത്ത പ്രസിദ്ധി ഈ ചെറുപ്പക്കാരുണ്ടാക്കിയെടുത്തു. ഗ്രാമവാസികൾ വളരെ ഗംഭീരമായിട്ട് ഇയാളെ സ്വീകരിക്കാൻ തീരുമാനിച്ചു. വിരുന്നൊരുക്കി. ആ വിരുന്നിനിടയിൽ പ്രായത്തിൽ തെല്ലു ചേട്ടനായ ആൽബർട്ടോ പറഞ്ഞു, ഞങ്ങൾക്കിടയിൽ ഇങ്ങനെ ഉടമ്പടിയുണ്ട്, ഇനി അനുജൻ ചിത്രകല പഠിക്കാൻ പോകും, ഞാൻ പണിയെടുത്തവനെ സംരക്ഷിക്കും. വല്ലാത്തൊരു വിതുമ്പൽ അനുജിൽ നിന്ന് ഉയർന്നു. അയാൾ പറഞ്ഞു, ഇനി അതിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് ഖനിയിൽ പണി ചെയ്ത് വല്ലാത്ത വൈകല്യം വന്ന ഡിഫോമിറ്റിയുള്ള തൻ്റെ കരങ്ങൾ നീട്ടി. ശോഷിച്ച ഒരു പെൻസിലിന് പോലും വഴങ്ങാത്ത വിധത്തിലുള്ള ഒടിഞ്ഞുടങ്ങിയ കൈവിരലുകൾ. എന്നിട്ട് പറഞ്ഞു, ഈ കരം കൊണ്ട് ഇനി എനിക്കൊരു ചിത്രം വരക്കാനാവുമെന്ന് ഞാൻ തെറ്റിദ്ധരിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം, ഇനിയും നിനക്ക് നിൻ്റെ ചിത്രകലയുമായിട്ട് മുമ്പോട്ട് പോകാം, എനിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യേണ്ട ബാധ്യതയില്ല. എന്തൊരു ഹൃദയഭാരത്തോടു കൂടിയാണ് ചേട്ടനത് കേട്ടത്, അല്ലെങ്കിൽ എല്ലാവരും അത് കേട്ടത്. നല്ല പ്രശസ്തമായൊരു ചിത്രമുണ്ട്, പ്രേയിങ് ഹാൻഡ്സ് എന്ന പേരിൽ. നെറ്റിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അടിച്ചു നോക്കാവുന്ന, ഇങ്ങനെ ശുഷ്കിച്ചു പോയ ഒടിഞ്ഞു തുടങ്ങിയ കൈവിരലുള്ള കൂമ്പിയ 2 കൈകളുടെ ചിത്രം. പലരും അത് കണ്ടിട്ടുണ്ടാകും. ആ ചിത്രത്തിന് മാതൃകയാക്കിയത് തനിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത തൻ്റെ സഹോദരൻ്റെ കരങ്ങൾ തന്നെയായിരുന്നു. എന്തൊരു ഈർപ്പമുണ്ടാക്കുന്ന വാക്കാണിത്, സഹോദരൻ. ഒരേ ഉദരത്തിൽ പിറക്കുക, സഹ ഉദരം എന്നൊക്കെ വേണമെങ്കിൽ പിരിച്ചെഴുതാം. കൂടപ്പിറപ്പ്, കൂടപ്പിറന്നവൻ എന്നൊക്കെ നമുക്ക് നാട്ടുഭാഷയുണ്ട്. ബ്രദർ, ഇതൊരു വല്ലാത്ത വാക്കാത്. ഒരുപക്ഷെ എല്ലാവരും കാക്ഷിക്കുന്ന ഒരു ബ്രദറിന് വേണ്ടിയാണ്. രാഖി എന്ന ഒരു സങ്കല്പം നമുക്കിടയിൽ എങ്ങനെ ഉണ്ടായി? രാഖി രജപുത്ര സങ്കല്പമാണ്. ആ രജപുത്ര സങ്കല്പം അനുസരിച്ച് വീടിനകത്ത് ആങ്ങളമാരില്ലാത്ത പെൺകുട്ടികൾ കണ്ടെത്തിയ, ആങ്ങളമാരെ തിരഞ്ഞു പോയ ഒരു രീതിയുടെ പേരാണ് രാഖി. ഒരു വർണ്ണച്ചരട് ഒരു പുരുഷൻ്റെ കരങ്ങളിൽ കെട്ടിയിട്ട് കഴിഞ്ഞെന്നാൽ ആ ദിവസം തൊട്ട് അയാൾ അവളുടെ പെങ്ങളാണ്, അവൾക്ക് അയാൾ ആങ്ങളെയാണ്. പിന്നെ അവളുടെ എല്ലാ കാര്യങ്ങൾക്കകത്തും അവളുടെ അപമാനങ്ങളിൽ കൂട്ടായിട്ട് പോവുക, അവളുടെ ജീവിതത്തിന് നിസ്സഹായതകളിൽ കൂടെ നിൽക്കുക തുടങ്ങിയതൊക്കെ അയാളുടെ ഉത്തരവാദിത്വമാണ്. ഒരു ചെറിയ വർണ്ണച്ചരട് കൊണ്ട് പോലും മനുഷ്യന് വലിയ സാഹോദര്യ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഭൂമി. എനിക്ക് തോന്നുന്നു പെൺകുട്ടികളുടെയൊക്കെ, വിശേഷിച്ചും വീടിനകത്ത് ആങ്ങളമാരില്ലാത്ത എല്ലാ പെൺകുട്ടികളും ഇങ്ങനെ കാക്ഷിക്കുന്നതും തിരയുന്നതുമൊക്കെ നല്ല ആങ്ങളമാരെ. കുറേ കാലം മുമ്പ് സുഗതകുമാരി ടീച്ചർ ഒരു കുറിപ്പ് എഴുതിയപ്പോൾ അത് പ്രത്യേകമായിട്ട് എഴുതി വെച്ച് ഞാൻ ഓർക്കുന്നു. ഒരു ബ്രദർ ഉണ്ടായിരിക്കുക, വിശേഷിച്ചും ഹൃദയൈക്യമുള്ള സഹോദരന്മാരുണ്ടായിരിക്കുക. അതിനേക്കാൾ മനോഹരമായിട്ട് എന്താ ഉള്ളത്? ഈ ദിവസം ഈ വിഷയം പറയണമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ രാവിലെ വല്ലാത്തൊരു നിമിത്തം ഉണ്ടായി, അപ്രതീക്ഷിതമായൊരു അനുഭവം ഉണ്ടായി. 4 സഹോദരന്മാർ, അവർക്കിടയിൽ വല്ലാത്ത അകലം ഉണ്ടായിരുന്നു കുറേ അധികം വർഷങ്ങളായിട്ട്. ഇപ്പോൾ അവർക്കിടയിൽ ആ പഴയ ഇൻറ്റിമസി രൂപപ്പെട്ടിട്ടുണ്ട്. അവർ 2 പേര് ഈ പ്രഭാതത്തിൽ കാണാൻ വന്നിരുന്നു. അതിനിടയിൽ അവർ പറഞ്ഞതിങ്ങനെയാണ്, അച്ഛാ, ഇന്നർ വയസ്സ് ഒഴിച്ച് ബാക്കി ഒന്നും ഞങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നില്ല, എല്ലാം ഞങ്ങൾ വെച്ച് മാറും. 4 പേർക്കും ഒരേ ഷർട്ടാണ്, ആർക്കും ആരുടെ വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇടയിൽ അകന്നു പോയി. ഇപ്പോൾ എന്തൊരു സന്തോഷം അച്ഛാ, ഞങ്ങൾക്കിടയിൽ ആ അകൽച്ചയെ ഒന്ന് അവസാനിപ്പിക്കാൻ കഴിഞ്ഞപ്പോൾ, വീണ്ടെടുക്കാൻ കഴിഞ്ഞപ്പോൾ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഞങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുക, ആ പഴയ കുട്ടികളെ കണക്ക്. എന്നിട്ട് അതിനിടയിൽ കൂട്ടത്തിലൊരാളുടെ ഫോൺ വരുന്നു. ഇപ്പോഴത്തെ ചില ക്യാമറയ്ക്കകത്ത് ഈ ഫോണിനോടൊപ്പം ഇങ്ങനെ ചിത്രം കൂടി തെളിയാറുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ അതെന്നെ കാണിച്ചുകൊണ്ട്
അവരൊരാൾ പറയാണ്, നോക്കച്ച എന്ത് സുന്ദരനാ ഞങ്ങളുടെ ബ്രദർ, ഞങ്ങളുടെ സഹോദരൻ. ഇത് ചെറിയ കുട്ടികളൊക്കെ പറയുന്ന ഒരു കൗതുകം കണക്കോ ഭാഷ കണക്ക് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. അല്ല, ഇതൊരു 35 വയസ്സിന് മീതെയുള്ള 4 പേരാണ്. എന്നിട്ടും സഹോദരരാകുമ്പോൾ, സഹോദരങ്ങൾ ഐക്യം വീണ്ടെടുക്കുമ്പോൾ അവർ വീണ്ടെടുക്കുന്ന അവരുടെ തന്നെ ബാല്യത്തെ, ആ ബാല്യത്തിൻ്റെ സുഹൃത്തുക്കളെ കളഞ്ഞു പോകുക എന്നുള്ളത് എന്തൊരു ദുരന്തം. എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള ഒരു പുസ്തകമാണ് നിങ്ങൾ വായിക്കുന്ന ബൈബിള്. ഏകദേശം ഒരു 3000 വർഷം പഴക്കം ഉണ്ടാവണം അല്ലേ? അതിനകത്ത് ഒരു സങ്കീർത്തനം എടുത്ത് വായിച്ച് നോക്കുക. അതെങ്ങനെയാണ് പറയുന്നത്? ഏക മനസ്സോടുകൂടി സോദരർ വസിക്കുന്നിടം. എത്രയോ അനുഗ്രഹപ്രദമാണ്. അതിന് വിശേഷങ്ങളൊക്കെ വായിക്കണം. ദൂരെ മലമുകളിൽ പെയ്യുന്ന, കർമ്മൻ മലമുകളിൽ പെയ്യുന്ന തുഷാരം കണക്കാണ്. അഹ്റോൻ്റെ ശിരസിൽ നിന്ന് ഇറ്റ് വീണ് അവൻ്റെ താടിരോമങ്ങളെ നനച്ച് അങ്കിയിലോട്ട് ചിതറി വീഴുന്ന അഭിഷേക തൈലം കണക്കാണ്. മഴ പെയ്യുന്നത് ഇഷ്ടപ്പെടാത്ത ആരാ ഉള്ളത്? അത് കണക്ക് മനോഹരമായ കാഴ്ചയാണ് മഞ്ഞ് പെയ്യുന്നത്. അഭിഷേക തൈലം ഈ അനോയിൻറ്റിങ്ങിൻ്റെ ഒക്കെ വല്ലാത്തൊരു അടയാളമാണ്. അർത്ഥം എന്താണ്? ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ, ദ മോസ്റ്റ് അനോയിൻറ്റഡ് എക്സ്പീരിയൻസ് ഈസ് യുവർ ബ്രദർഹുഡ്. അതിനേക്കാൾ ഭംഗിയുള്ള ഒന്നില്ല. എന്നിട്ടും അത്തരം ഭംഗികളിലല്ല വേദപുസ്തകം ആരംഭിക്കുന്നത്. അത് തുടങ്ങുന്നത് തന്നെ സഹോദരർക്കിടയിലെ തർക്കങ്ങളുമായിട്ടാണ്. കായേനും ആബേലും. ഇന്നും സിബ്ലിംഗ് റൈവലറി എന്ന പേരിൽ നമ്മൾ ഒത്തിരി പഠിക്കുന്നൊരു വിഷയമാണ് അത്. എന്തുകൊണ്ട് ഈ സഹോദരന്മാർക്കിടയിൽ വല്ലാത്ത പകയുണ്ടാകുന്നു? എന്തുകൊണ്ട് തൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു അനിയത്തിയോ അനുജനെയോ ഒക്കെ നമ്മളൊരു ഇൻട്രൂഡറെ കണക്ക് നിരീക്ഷിക്കുന്നുള്ളതൊക്കെ ആ മനഃശാസ്ത്രത്തിൽ വളരെയേറെ ശ്രദ്ധ കിട്ടിയിട്ടുള്ളൊരു വിഷയമാണ്. അതിന് കായൻ കോംപ്ലക്സ് എന്നും പറയാറുണ്ട്. ആ കായൻ ബാധ ശരിക്കും ആ കായനിടെ സംഭവിച്ച കാര്യങ്ങൾ തന്നെ തർക്കങ്ങളാണ്. ജീവജാലങ്ങൾക്കിടയിൽ പോലും ഉണ്ട് ഈ സിബ്ലിംഗ് റൈവലറി എന്നാണ് പറയുന്നത്. ഒരു 5-6 കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് കഴിയുമ്പോൾ 2-3 കുഞ്ഞുങ്ങൾ മാത്രമേ അവശേഷിക്കത്തുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ഈ കുഞ്ഞുങ്ങൾ തന്നെ ആ കൂട്ടത്തിൽ ശക്തിയില്ലാത്ത, ശേഷിയില്ലാത്തതിനെ കൊന്നുകളയെന്നാണ് പറയുക. സ്രാവിനുള്ളിൽ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഇത്തരം ചില എലിമിനേഷൻസ് നടക്കാറുണ്ടെന്നാണ് പറയുക. അപ്പോൾ വലിയ സിബ്ലിംഗ് ഡ്രൈവർ നടക്കുന്നുണ്ട്. എന്നിട്ടും കുറച്ച് മുതിർന്ന് കഴിയുമ്പോൾ നമുക്കതിൻ്റെ മീതെ പശ്ചാത്താപമുണ്ട്. ഗുരുനിത്യ എപ്പോഴും പറയാറുണ്ടായിരുന്നു തൻ്റെ ചെറിയ പ്രായത്തിൽ തൻ്റെ അനുജനുമായിട്ടുണ്ടായിരുന്ന ചില തർക്കങ്ങളാണ്. എന്നിട്ട് മുതിർന്ന് കഴിഞ്ഞപ്പോൾ ആ അനുജനോളം അയാൾ സ്നേഹിച്ച വേറൊരാളുണ്ടായിരുന്നില്ല. അതിനയാളെ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ആ തിയോക്കും വാൻഗോക്കിനും ഇടയിലുള്ള ആ കത്തുകളാണ്. 2 സഹോദരന്മാരാണ്. ലോകത്തൊരു പക്ഷേ സാഹോദര്യത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു മനുഷ്യനും ഒന്ന് കണ്ടെത്തി വായിക്കേണ്ട കത്തുകളാണ് തിയോയുടെയും വാൻഗോക്കിനും ഇടയിലുള്ള കത്ത്. ഈ നേരത്തെ പറഞ്ഞ ഈ 2 സഹോദരന്മാരെ കണക്ക് ഒരാൾ ജോലിയിലേർപ്പെട്ട സഹോദരനെ സംരക്ഷിക്കാനുള്ള ശ്രമത്തിലാണ്. എന്തൊരു ഇൻറ്റിമേറ്റ് ആ വാക്ക്. അപ്പോൾ വല്ലാത്ത ഈർപ്പമുള്ള ഒരു പദം. ഈ ഈർപ്പമുള്ള പദം ഒരുപക്ഷെ ഏറ്റവും ഭംഗിയായിട്ട് ലോകത്തിന് കൈമാറിയത് ക്രിസ്തീയ ധർമ്മം. ഇങ്ങനെ ആദ്യ നൂറ്റാണ്ട് തൊട്ട് പരസ്പരം മനുഷ്യർ അഡ്രസ്സ് ചെയ്യുന്ന വാക്കതായിരുന്നു സഹോദരൻ. നമുക്കറിയാം വേദപുസ്തകത്തിനകത്ത് സാഹോദര്യത്തിൽ പരിക്കേറ്റ മനുഷ്യരുടെ കഥകളാണ് കൂടുതലും. ജോസഫ് സ്വന്തം സഹോദരന്മാരിൽ പരിക്കേൽക്കപ്പെടുന്നു. ഇല്ലെങ്കിൽ ചേട്ടായിയെ ചതിച്ച അനുജൻ്റെ കഥ. ഒരളവിൽ അബ്രഹാത്തിനും ലോത്തിനും ഇടയിലുള്ള തർക്കങ്ങൾ. അബ്രഹാത്തിനില്ലായിരുന്നു കേട്ടോ. സ്വത്തുകാർക്കൊക്കെ ഉണ്ടാകുമ്പോൾ അബ്രഹാം പറഞ്ഞൊരു കാര്യം സഹോദരന്മാരൊക്കെ ഒന്ന് ഓർമ്മിച്ചാന്നല്ല, നിനക്ക് വടക്കോട്ടാണ് ഉള്ള സ്ഥലമാണ് ഇഷ്ടമെങ്കിൽ ഞാൻ തെക്കോട്ട് പോകാം, നിനക്ക് തെക്കാണ് ആവശ്യമെങ്കിൽ വടക്കോട്ട് പോകുന്ന അർത്ഥത്തിലായാലും സംസാരിച്ച് ഈ നമ്മുടെയൊക്കെ വീടുകൾക്കകത്ത് സംഭവിക്കാവുന്ന ഒരു വല്ലാത്തൊരു തർക്കത്തിൽ നിന്ന് വഴുതി മാറുന്നത്. അപ്പോൾ കുറേ അധികം സഹോദര നിന്നയുടെയും ഹത്യയുടെയൊക്കെ കഥയാണ് ആ ഭൂമിയുടെ കഥ. അതിനിടയിൽ ഈ വാക്കിൻ്റെ പ്രസക്തി, ഈ വാക്കിൻ്റെ ധ്യാനം ഉണ്ടാക്കുന്ന വല്ലാത്തൊരു വ്യത്യാസമുണ്ട്. ഇതിഹാസങ്ങളൊക്കെ സാഹോദര്യത്തിലുള്ള വാഴ്ത്ത. 300 വേർഷനുണ്ട് രാമായണത്തിൽ നിന്ന് കരുതപ്പെടുന്നു. എ കെ രാമാനുജം എന്ന പണ്ഡിതൻ അതിനെ വളരെ എലാബറേറ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. മാപ്പിള രാമായണവും വയനാടൻ രാമായണവും ഒക്കെ ഉൾപ്പെടെ 300ഓളം പാഠഭേദങ്ങളുണ്ട്. എന്തായിരിക്കണം ഇത്തരമൊരു പുസ്തകത്തിനകത്ത് ഒരു ദേശത്തിലുള്ള എല്ലാവർക്കും ഒരു താല്പര്യവും ശ്രദ്ധയും വന്നിട്ടുണ്ടാവുക? വലിയ സാഹോദര്യത്തിൻ്റെ കഥയാണ്. 14 വർഷം ഒരാൾ കാട്ടിലേക്ക് പോകാനായിട്ട് തീരുമാനിക്കുമ്പോൾ ആളെ പിന്തുടരാൻ ആഗ്രഹിക്കുന്ന അനുജൻ തൻ്റെ സ്വന്തം സഹോദരൻ്റെ വിധിയിലൊക്കെ ഇത്രയും കഠിനമായ തീരുമാനമെടുത്ത് ഒരാൾ പങ്കുചേരേണ്ടതുണ്ടോ? രാമന് സീതയെങ്കിലും കൂട്ടുണ്ട്, എന്നാൽ ലക്ഷ്മണൻ ഊർമിളയെ പോലും കൂടെ കൊണ്ടുപോകുന്നില്ല. അയാൾക്കിങ്ങനെ സഹോദരൻ്റെ കാൽപാദം മാത്രം നോക്കി നടന്നാൽ മതി. പിന്നെ പല കാരണങ്ങൾ കൊണ്ട് രാജ്യാവകാശം കിട്ടിയ ഭരതൻ അല്ല കൊട്ടാരത്തിൽ വസിക്കുന്നില്ല. സിംഹാസനത്തിൽ രാമൻ്റെ പാതകം വെച്ചിട്ട് അയാൾ പുഴയോരത്ത് ഉണ്ടാക്കിയ ഒരിടത്ത്
ഇങ്ങനെ കാത്തിരിക്കുകയാണ് 14 വർഷങ്ങൾക്ക് ശേഷം ജ്യേഷ്ഠൻ വരുമ്പോൾ തന്നിലേക്ക് ഏൽപ്പിച്ച കാര്യം തിരികെ കൊടുക്കാനായിട്ട്. അല്ലാതെ മതപരമായ യാതൊരുവിധ ബാധ്യതയുമില്ലാതെ വല്ലാത്ത ഹൃദയം കൊണ്ട് വായിച്ചെടുക്കാവുന്ന ഒരു ഇതിഹാസ ഗ്രന്ഥമാണ് രാമായണം. അതുകൊണ്ടാണ് അതിന് ഇത്രയും സ്വാതന്ത്ര്യമുള്ള വ്യാഖ്യാനങ്ങളും ഇത്രയും വിശാലമായ പാഠഭേദങ്ങളൊക്കെ ഉണ്ടായത്. എല്ലായിടത്തും കണ്ണു നിറക്കുന്നത് സാഹോദര്യത്തിൻ്റെ ഇതിഹാസങ്ങളാണ്. എന്നിട്ടും ചരിത്രം എല്ലായിടത്തും ഒരുപോലെയല്ല. വലിയ വലിയ സഹോദര കത്തികളുടെ കഥയാണ് ചരിത്രം. ഫ്രാട്രിസൈഡ്, ആ പേരിലാണ് നിക്കോസ് കസൻസാക്കിസ് ഒരു പുസ്തകം എഴുതിയിട്ടുള്ളത്, ഭാതൃഹത്യ. ഓർമ്മിക്കണം, അതിങ്ങനെ സഹോദരന്മാർക്കിടയിലുള്ള തർക്കമല്ല. മഹാഭാരതത്തിൽ സംഭവിച്ച കണക്ക് കൗരവർക്കും പാണ്ഡവർക്കും ഇടയിലുള്ള ബന്ധുക്കൾക്കിടയിലുണ്ടായ തർക്കമല്ല. 2 കാലാകാലങ്ങളായിട്ട് തർക്കത്തിൽ ഏർപ്പെടുന്ന 2 ജനതയ്ക്കിടയിലുണ്ടായ തർക്കമാണ്. എന്നിട്ടും അതിനിട്ട പേര് ഫ്രാട്രിസൈഡ് എന്നല്ല, ഹോമിസൈഡ് എന്നല്ലേ വേണ്ടത്. മനുഷ്യനെ കൊല്ലുന്ന പോരെ, ഇതിനെ സഹോദരനെ കൊല്ലുന്നതാക്കിയത്? ഞാൻ വിചാരിക്കുന്നു അറിഞ്ഞും അറിയാതെയൊക്കെ ഒരു ക്രിസ്തീയ ധർമ്മത്തിൻ്റെ ഭാഗമായിട്ട് ഈ വാക്ക് എല്ലാവരുടെ ഉള്ളിലും കിടപ്പുണ്ട്. ബ്രദർ, ഒരാളും കൊല്ലണ ശത്രുവിനല്ല, സഹോദരനെ, ഹോമിസൈഡ്. പതുക്കെ പതുക്കെ മതത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒത്തിരി വിഷമങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലം ഇത്. മനുഷ്യർ അവർ വിശ്വസിക്കുന്ന മതസങ്കല്പങ്ങൾക്ക് വേണ്ടി അറുങ്കൊലകൾ നടത്തുന്ന വാർത്തകളുമായിട്ടാണ് ഓരോ ദിവസത്തെയും പത്രം വന്ന് വീഴുക. എന്താ ഇതിനെ വിശേഷിപ്പിക്കേണ്ടത്? ഭാതൃഹത്യ എന്നല്ലാതെ. ബ്രദർ, കില്ലിങ് ബ്രദർ. ബാക്കി എല്ലാ കൊലപാതകങ്ങൾക്കും നമുക്ക് വിശദീകരണമുണ്ട്. നിങ്ങൾ കൊല്ലുന്ന ഏത് ജീവജാലങ്ങൾക്കും വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിശദീകരണം പറയാം, നിങ്ങൾക്ക് എന്തെങ്കിലും ഉപയോഗം പറയാം. മനുഷ്യനെ കൊല്ലുന്ന ഒരു ഇടത്തിൽ ആ ബ്രദർ എന്നുള്ള വാക്കിനെ കുറേ കൂടി കണ്ടെത്തണ്ടേ, വീണ്ടെടുക്കണ്ടേ, ധ്യാനിക്കണ്ടേ? വിശേഷിച്ചും ഈ സെമിറ്റിക് സങ്കല്പങ്ങളിലൊക്കെ രൂപപ്പെട്ട മതങ്ങൾക്കിടയിൽ ഇത്രയും തർക്കം എങ്ങനെ ഉണ്ടായത്? എല്ലാവരും വിശ്വസിക്കുന്ന ഒരേ പുണ്യഗ്രന്ഥങ്ങളിൽ പരസ്പരം ആദരവോടുകൂടി വാഴ്ത്തുന്നു. ഇസ്ലാം ഈശാ നബി എന്ന് വിളിച്ച് യേശുവിനെ ആദരിക്കുന്നു. എന്നിട്ടും ഒരേ ബ്രദർഹുഡിൻ്റെ ഭാഗമായ മനുഷ്യരെങ്ങനെ ശത്രുക്കളായത്? എനിക്ക് തോന്നുന്നു ആ വാക്ക് ഒരിക്കൽ കൂടി ലോകശ്രദ്ധയിലേക്ക് വരേണ്ടതുണ്ട്. പരസ്പരം ഉറ്റവരെ നോക്കി, പരസ്പരം അപരിചിതരെ കൂടി നോക്കി ആ ബ്രദർ എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം, സാവകാശം. ഒരുപക്ഷെ നമ്മുടെ കാലത്ത് ഈ പദം ഏറ്റവും ഭംഗിയായിട്ട് ഉപയോഗിച്ചത് അസീസിലെ ഫ്രാൻസിസ് ആയിരിക്കാം. അല്ല, എല്ലാത്തിനെയും വിളിച്ച വാക്കതല്ലേ ബ്രദർ. ആശ്രമത്തിൽ ഒരു കള്ളം വരുന്നു, ഇങ്ങനെ വല്ലാതെ വിഷമിപ്പിച്ച് വിട്ടു അയാളെ. സഹോദരന്മാരെല്ലാം കൂടി മനുഷ്യനെ ആക്രമിച്ച് തന്നെ വിട്ടത്, പുറത്തേക്ക് എറിയുക. ഒരു മോഷ്ടാവിനെ കിട്ടിയ സന്തോഷത്തിൽ വൈകുന്നേരം അത്താഴത്തിന് ഫ്രാൻസ് വരുമ്പോൾ അത് വലിയ വാർത്തയായിട്ടാണ് പറയുന്നത്. ഇന്ന് ഒരു കള്ളം വന്നു, ഞങ്ങൾ അയാളെ മർദ്ദിച്ച് പുറത്ത് കളഞ്ഞു. നോക്കുമ്പോൾ ഫ്രാൻസിസ് വാവിട്ട് കരയുക. എന്താ കരയേണ്ടത്? അത് ഫ്രാൻസ് ഉപയോഗിക്കുന്ന വാക്ക് ശ്രദ്ധിക്കണം. സഹോദരൻ കള്ളൻ, ബ്രദർ തീഫ്. സഹോദരൻ കള്ളന് വിശന്നപ്പോൾ നമ്മുടെ ആശ്രമത്തിലേക്ക് വന്നപ്പോൾ അയാൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് പകരം അയാളെ തല്ലി വിട്ടു അല്ലേ? ആ വാക്ക് ഇങ്ങനെ ഓരോരുത്തരുടെ ഉള്ളിൽ കിടന്ന് വല്ലാതെ അനങ്ങി. പിന്നെ കാണുന്നത് വല്ലാത്ത ഹൃദയം തൊടുന്നൊരു ഒരു കാഴ്ചയാണ്. എല്ലാവരുടെയും ഭക്ഷണം അവരുടെ പിഞ്ഞാണത്തിൽ വിളമ്പി വെച്ചിട്ടുണ്ട്. ഈ പിഞ്ഞാണങ്ങളുമായിട്ട് പുറത്തെ ഇരുട്ടിലേക്കും തണുപ്പിലേക്കും പൈൻമരങ്ങളുടെ ഇടയിലേക്കും പോയി കുറേ അധികം പേര് നിലവിളിക്കുകയാണ്, സഹോദരൻ കള്ള, സഹോദരൻ കള്ള, ഒന്ന് അത്താഴം കഴിക്കുക. ഏതെങ്കിലും ഒരു പൈൻമരത്തിൻ്റെ മറവിലിരുന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യൻ തൻ്റെ കരച്ചിൽ പുറത്ത് കേൾക്കാതിരിക്കാനായിട്ട് ഈ വിരലിനെ ചുണ്ടുകൊണ്ട് ഇങ്ങനെ കടിച്ചിട്ടുണ്ടാകും, കരച്ചിൽ പുറത്ത് കേൾക്കാതിരിക്കാനായിട്ട്. അത്രയും ജ്ഞാനസ്ഥാനം കൊടുക്കണം, അത്രയും ശുദ്ധീകരണം കൊടുക്കേണ്ട ഒരു വാക്കാണ് ബ്രദർ. എല്ലാത്തിനെയും അയാൾ വിളിച്ചു ബ്രദർ ബൂൾഫ്. പലയിടത്തും നിങ്ങൾ കാണുന്ന ആ ശില്പമൊക്കെ കണ്ടിട്ടില്ലേ? ഫ്രാൻസിസിൻ്റെ പാദങ്ങളിൽ ഇങ്ങനെ നമസ്കരിച്ച് നിൽക്കുന്ന ഒരു ചെന്നായിട്ട് ചിത്രം. ശരിക്കും ബ്രദർ ബൂൾഫ് എന്ന് പറയുന്നത് അക്കാലത്തെ ഒരു വളരെ കഠിനഹൃദയനായ ഒരു കടൽക്കൊള്ളക്കാരൻ്റെ പേരാണെന്നൊക്കെ പോലും കരുതപ്പെടുന്നുണ്ട്. എന്തോ ആവട്ടെ, ആ വാക്കുണ്ടാക്കുന്ന വ്യത്യാസം, ബ്രദർ സൺ, സിസ്റ്റർ മൂൺ, ആ സാഹോദര്യത്തിൻ്റെ ആ നൂലിഴ കൃത്യമായിട്ട് ഈ മനുഷ്യന് പിടുത്തം കിട്ടി. ഒരു മേനിക്ക് വേണ്ടി ഒരു പക്ഷേ കുറച്ച് കൂട്ടുകാരുടെ ഇടയിൽ നിൽക്കുമ്പോൾ, ഒരു തെരുവുനായ പോകുമ്പോൾ, ഫ്രാൻസിസ് ആണല്ലോ ഞങ്ങളുടെ സന്യാസ സമൂഹത്തെയൊക്കെ ആരംഭിച്ചത്. അതിൻ്റെയൊക്കെ ഒരു പാരമ്പര്യം എന്ന നിലയിൽ ഞാനൊരു പട്ടിക്കുട്ടിയെ നോക്കിയിട്ട് ബ്രദർ പട്ടി എന്ന് വിളിക്കുകയാണെങ്കിൽ എനിക്കറിയാം ഇപ്പോൾ നിങ്ങളിലുണ്ടാകുന്ന ചിരി എന്തുകൊണ്ടായിരിക്കും അത്. എനിക്ക് ഇങ്ങനെ വിളിക്കാനായിട്ട് പരുവത്തിൽ ഒരു ബന്ധം മനസ്സിലായി കിട്ടിയിട്ടില്ല. എന്താണ് ആ ബന്ധം? മുകളിലിരിക്കുന്ന ആൾ അച്ഛനാണെന്നുള്ള ബന്ധം.
അത് പിടുത്തം കിട്ടുമ്പോൾ മാത്രമാണ് ഈ ബ്രദർ എന്ന് പറയുന്ന വാക്കിന് ഇത്രയും സൗന്ദര്യം ഉണ്ടാവുക. യേശുവിന് ഏറ്റവും പിടുത്തം കിട്ടിയ വാക്ക് അതാണ്. മുകളിലിരിക്കുന്ന ആൾ അച്ഛനാണ്. അതുകൊണ്ട് വളരെ സ്വാഭാവികമായിട്ട് വളരെ നൈസർഗികമായിട്ട് രൂപപ്പെട്ടൊരു വാക്കാണ് ബ്രദർ. അല്ലാതെ കൃത്രിമമായിട്ട് ഒരു ആചാരത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഒരു അഭിസംബോധനയുടെ പേരിലോ ഉപയോഗിക്കപ്പെടേണ്ട വാക്കല്ല ബ്രദർ. എന്നാണ് നിങ്ങൾക്ക് ആ മുകളിലിരിക്കുന്ന ആൾ അച്ഛനാണെന്ന് വെളിപ്പെട്ട് കിട്ടുക, അന്ന് നിങ്ങൾ ബ്രദർ എന്ന് പറയുമ്പോൾ ആ വാക്കിന് എന്തൊരു മുഴക്കുക. ഒരു ദിവസം എനിക്ക് അങ്ങനെ ഒരു അനുഭവം കിട്ടുമെന്ന് വിചാരിക്കുക. അതിനുശേഷം ഞാൻ ബ്രദർ പട്ടി എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഇപ്പം ചിരിച്ച കണക്ക് ചിരിക്കില്ല, നിങ്ങൾ കരയും. അപ്പോൾ ഈ വാക്ക് അതിൽ തന്നെ ഭംഗിയുള്ള വാക്കായിട്ട് മാറുന്നത് അതിന് പിന്നിലുള്ള വലിയൊരു സങ്കല്പത്തിൽ നിന്നാണ്. അച്ഛൻ, മുകളിലിരിക്കുന്ന ആൾ അച്ഛനാണെന്ന് വെളിച്ചം കിട്ടുമ്പോൾ സംഭവിക്കുന്ന വലിയ പ്രകാശത്തിലുള്ള വാക്കിൻ്റെ പേരാണ് ബ്രദർ. സ്വന്തം സഹോദരന്മാരിൽ നിന്ന് ഹൃദ്യമായ അനുഭവങ്ങൾ കിട്ടാത്തപ്പോൾ പോലും ആ വാക്കിൻ്റെ ഭംഗിക്ക് ഒരു കുഴപ്പവും സംഭവിക്കുന്നില്ല. യേശുവിൻ്റെ കാര്യത്തിൽ സംഭവിച്ച കണക്കാ. യേശുവിന് ഭ്രാന്തനെന്ന് പറയാനായിട്ട് ലോകത്താരെങ്കിലും തയ്യാറാവുമോ? നല്ല ധൈര്യമുണ്ടോ ഏതെങ്കിലും ഒരാൾക്ക്? എന്നിട്ടും ഒരു കൂട്ടർ ധൈര്യപ്പെട്ടു, അവൻ്റെ സഹോദരന്മാർ. കസിൻസ് എന്നൊക്കെ ഉള്ള അർത്ഥത്തിലാണ് ആ പദം വേദപുസ്തകത്തിൽ ഉപയോഗിക്കുന്നതൊക്കെ എക്സൈറ്റിക്കലായ വായനയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. പക്ഷെ അവൻ്റെ കുടുംബത്തിൻ്റെ ഭാഗം അവരാണ് അവന് ഭ്രാന്തുണ്ടെന്ന് കരുതി അവനെ പിടിക്കാൻ പുറപ്പെട്ടത്. അങ്ങനെ വേദപുസ്തകം പറയുന്നത്. നമ്മുടെ ഭാഗ്യത്തിന് ഇങ്ങനെ യേശു രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ആ ചികിത്സിച്ച് നമ്മളെ കണക്ക് വളരെ നോർമലായൊരു മനുഷ്യൻ രൂപപ്പെട്ടവന്. ഓൺ ബ്രദേഴ്സ്. ആ അർത്ഥത്തിലാണ് ഈ പഴയ നിയമത്തിലെ ജോസഫും ഒക്കെ ആയിട്ട് എന്തോ ചില സദൃശ്യകൾ നമ്മളിങ്ങനെ യേശുവിൽ വായിച്ചെടുക്കുക. യേശുവിൻ്റെ നിഴൽ നന്നായിട്ട് വീണിട്ടുണ്ട് പഴയ നിയമത്തെ ജോസഫിൽ. അതിനകത്ത് നമുക്കറിയാം സഹോദരന്മാർ തന്നെയാണ് ഈ സ്വപ്നക്കാരനെ ഇങ്ങനെ എപ്പോഴും അവഗണിക്കുക. അവനോട് കാണിച്ച ഹീനതയൊക്കെ നമുക്കറിയാം. എന്നിട്ടും യേശുവിനെ കണക്ക് ഇനി വളരെ മീതെ നിൽക്കാൻ കെൽപ്പുള്ള ഒരു കഥാപാത്രമാണ് ജോസഫ്. വർഷങ്ങൾക്ക് ശേഷം സഹോദരന്മാർ അവരുടെ കയ്യിൽ നിന്ന് സംഭവിച്ച ആ കഠിനമായ കാര്യങ്ങളെക്കുറിച്ച് കുമ്പസാരിക്കുമ്പോൾ, നിന്നോട് ഞങ്ങൾ കാണിച്ച അധർമ്മമാണെന്നൊക്കെ പറഞ്ഞ് വാവിട്ട് കരയുമ്പോൾ, വിറ്റതും പൊട്ടക്കിണറിലെറിഞ്ഞതും ജീവിച്ചിരിക്കുന്ന മകന് വേണ്ടി അപ്പനെ കൊണ്ട് തർപ്പണക്രിയ ചെയ്യിപ്പിച്ചതുമൊക്കെ തെറ്റാണെന്ന് കുമ്പസാരിക്കുമ്പോൾ എന്തൊരു കുലീനമായിട്ടാണ് അയാൾ അവരോട് ഇടപെടുക. അയാൾ പറഞ്ഞു, എൻ്റെ പൊന്നു സഹോദരന്മാരെ, നിങ്ങളെന്നെ വിറ്റൊന്നുമല്ല, ദൈവം അയച്ചത്. സ്വന്തം സഹോദരന്മാരുടെ ആ കൈപ്പിഴകൾക്ക് കുറ്റബോധം അനുഭവിക്കാൻ പോലും അയാൾ അവർ വിട്ടുകൊടുക്കുന്നില്ല. ഇതാണ് കുലീനമായിട്ട് സാഹോദര്യം നിലനിർത്താൻ ശ്രമിക്കുന്ന ഏതൊരാൾക്കും സൂക്ഷിക്കാവുന്നൊരു മാതൃക. സാഹോദര്യത്തിൻ്റെ വീണ്ടെടുപ്പിനകത്ത് ചില കാര്യങ്ങൾ വിഴുങ്ങിയേ പറ്റൂ, ചില കാര്യങ്ങൾ വിട്ടുകളഞ്ഞേ പറ്റൂ, ചില ഓർമ്മകളെ നിലനിർത്തേണ്ട ബാധ്യതയും നമുക്കില്ല. വല്ലാത്ത അനുഭൂതി ഉണർത്തുന്ന ആ പദത്തിലേക്ക് ഭൂമി കുറേ കൂടി ഉണരും. അതിനകത്ത് എത്ര മുമ്പോട്ട് യേശു പോയെന്ന് കൂടി കണ്ടിട്ട് നമുക്ക് ഈ വിചാരം അവസാനിപ്പിക്കാവുന്നേ ഉള്ളൂ. രക്തം കൊണ്ട് തീർക്കുന്നതാണ് സാഹോദര്യം യേശു ഒരിക്കലും കരുതിയിട്ടില്ല. അവിടെയാണ് യേശു നമ്മുടെ സാധാരണ ബന്ധങ്ങൾക്ക് കൊടുക്കുന്ന വല്ലാത്ത ജ്ഞാനസ്നാനം. പുറത്ത് തൻ്റെ അമ്മയും സഹോദരനും കാത്തിരിക്കുന്നു പറഞ്ഞപ്പോൾ യേശു എന്താണ് പറഞ്ഞത്? ആരാണ് എൻ്റെ അമ്മയും സഹോദരനും? എൻ്റെ വാക്കനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തിയവരാണ് എൻ്റെ അമ്മയും സഹോദരനും. പുതിയൊരു ബന്ധം ഉണ്ടാവുക, കർമ്മബന്ധം ഉണ്ടാവുക. ചിലപ്പോൾ രക്തബന്ധത്തെക്കാൾ ശക്തമായിട്ട് തോന്നുന്ന കർമ്മബന്ധങ്ങളുണ്ട് ഈ ഭൂമിയിൽ. ഒത്തിരി അനുഭവങ്ങൾ ഈ ചെറിയ കാലത്തിനകത്ത് എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. ഇങ്ങനെ സഹോദരൻ, എനിക്ക് തന്നെ ആ വീടിനകത്ത് ഞങ്ങൾ 4-5 പേരാണ് ഞാൻ ഉൾപ്പെടെ. പക്ഷെ ഇതിനേക്കാളെന്ന് പറയുന്ന ഒരു പക്ഷേ താരതമ്യങ്ങളുടെ ഒരു ആവശ്യമില്ല. അത് കണക്കെന്ന് പറയാം. അത് കണക്ക് തന്നെ സാഹോദര്യം തരുന്ന പിന്നെയുണ്ട് കൈവിരലിൽ എണ്ണിയെടുക്കാവുന്ന ഒരു 5 പേര്. അപ്പോൾ വല്ലാത്ത ഒരു കർമ്മബന്ധമുള്ള ഒരു ഭൂമിയാണിത്. ആ കർമ്മബന്ധത്തിലേക്കൊക്കെ മനുഷ്യനെ ക്ഷണിച്ചുകൊണ്ടാണ് യേശു മടങ്ങിപ്പോവുക. മരിക്കുന്നതിന് മുമ്പ് എന്തിനാണ് അമ്മ മേരിയെ യോഹന്നാന് കൊടുത്തത്? സ്വന്തം അമ്മയെ ഒരാൾ മറ്റൊരാൾക്ക് കൊടുത്തിട്ട്, അമ്മ ഈ നിൻ്റെ മകനാണെന്ന് പറയുമ്പോൾ അർത്ഥം എന്താണ്? ഇനി മുതൽ നീ എൻ്റെ സഹോദരനാണ്. അതുകൊണ്ടായിരിക്കണം ആദിമ ക്രൈസ്തവ സമൂഹം അവനെ ജ്യേഷ്ഠ സഹോദരൻ എന്ന് വിളിച്ചത്. ഒരേ അച്ഛനിൽ നിന്ന് പൊടിച്ച, ഒരേ അമ്മയുടെ അവകാശം കിട്ടിയ നമുക്ക് അവനെ വിളിക്കാനായിട്ട് ഇതിനേക്കാൾ മനോഹരമായ ഏത് പദം വേണം? ആമേൻ.